ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ടീനേജ് ലവിനെ പറ്റിയാണ്. ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലവ് എന്ന് പറയുന്നത്, ടീനേജ് ലവ് എന്ന് പറയുന്നത്? സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ടീനേജ് ലവ്, അതായത് ഫോർ ദ ടീനേജേഴ്സ്, ദാറ്റ് ഈസ് 13 ഇയേഴ്സ് മുതൽ 19, അതാണല്ലോ മെയിൻലി നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്, ഒരു 20 ഒക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഈ പാരന്റ്സ്, ഹൗ പാരന്റ്സ് ഷുഡ് ഡീൽ വിത്ത് ടീനേജ് ലവ്, അതും പിന്നെ മൂന്നാമത് ഈ ടീനേജ് ലവില് നമ്മളിങ്ങനെ പെടുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ലീഗൽ വൈസ് സോർട്ട് ഔട്ട് ചെയ്യാനും നമുക്ക് പറ്റും എന്ന കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. സോ നമുക്ക് ഈ മൂന്നിലും ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. ടീനേജേഴ്സ്, അവരുടെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളെ ഈ അഡോളസെന്റ് ഏജ്, അതായത് ടീനേജിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കും. അതുപോലെ തന്നെ മെന്റലി നമ്മുടെ ബോഡി കുറച്ചധികം ചേഞ്ചസ് വരുത്തും. നമ്മൾ പ്യൂബർട്ടി ഒക്കെ അറ്റൈൻ ചെയ്യുന്ന ടൈമാണ് ഈ സമയത്ത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരുപാട് ചേഞ്ചസ് വരും. അതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസിൽ ഒന്നാണ് ഈ ലവ് എന്ന് പറയുന്നത്. അത് തോന്നുന്നത് വളരെ നോർമലാണ്. പക്ഷെ ഇപ്പൊ ഇത് കേൾക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും, ചില പാരന്റ്സുകൾ ഉണ്ടായിരിക്കാം, ഈ ടീനേജേഴ്സ് ഉണ്ടായിരിക്കാം. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാരും ഈ ജോലിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അത് എന്ന് പറയുമ്പോ ഒരു 2 സൈഡ് ലവ് എന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലും ആരെങ്കിലും ജസ്റ്റ് കാണുമ്പോൾ ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് പോലും ഈ ഒരു ടീനേജ് പ്രായത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ തന്നെ നമുക്ക് ക്രഷ് ഉണ്ടാവും, ഇൻഫാക്ടുവേഷൻ തോന്നാം, അതുപോലെ തന്നെ ലവ് തോന്നാം, ഒരുപാട് കാര്യങ്ങൾ തോന്നാം. എന്താണ് ഇൻഫാക്ടുവേഷൻ? നമുക്ക് ഈ ഒരാളെ ജസ്റ്റ് നമ്മൾ കാണുന്ന ടൈമില് ചിലപ്പോ നമുക്ക് ഒരു കൊള്ളാം, അതായത് അയാളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അയാളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വഴി നമ്മൾ റിലേഷനിൽ പോവുകയാണെങ്കിൽ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഡോപ്പമിന്റെ ഒരു റിലീസ് നമ്മൾ ആ ടൈമിൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗും വരുന്നത്. നമുക്ക് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ചെന്നുപെട്ട സ്ഥലം ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടും ഇതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. സോ നമ്മൾ എപ്പോഴും അപ്പൊ നിങ്ങൾ പറയും, ഈ ടീനേജേഴ്സ് ലവ് ചെയ്തിട്ട് അത് സക്സസ് ആവുന്നുണ്ടല്ലോ, അവരെ മാരേജ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു 10 പേരെടുത്താൽ ഒരു 3 പേർക്കായിരിക്കും സക്സസ്ഫുള്ളി ടീനേജിലെ ലവ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇനി ഈ ടീനേജിൽ ലവ് തോന്നുന്നത് പ്രേമിക്കരുതെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും നമ്മുടെ ലൈഫ് മൊത്തം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മള് ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നു വിചാരിച്ചോ. ഒരു 1000 രൂപ 2000 രൂപയുടെ ഡ്രസ്സാണ് നമ്മൾ എടുക്കുന്നത്, അത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ആ ഡ്രസ്സ് നമ്മളൊരു 6 മാസമൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വലുതാവും, അല്ലെങ്കിൽ ചെറുതാവും, അല്ലെങ്കിൽ കീറും, അങ്ങനെ ചെയ്ത് നമുക്ക് പോകും. അപ്പൊ 6 മാസം ഇടുന്ന ഡ്രസ്സ് നമ്മൾ എന്തോരം ആലോചിച്ചിട്ട്, എന്തോരം ചിന്തിച്ച്, അത് നല്ല മെറ്റീരിയൽ ആണോ, ആ ഒരു ഡ്രസ്സ് എങ്ങനെയാ, നമുക്ക് എത്ര നാൾ ഇടാൻ പറ്റും, ഈ ഒരു മണിക്ക് ഇത് വർത്ത് ആണോ, നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ആ ഡ്രസ്സ് നമ്മൾ എടുക്കുന്നത്. ചിന്തിക്കണം, 6 മാസത്തിന്റെ ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഒരു 10, 30, 40 വർഷം കൂടെ ജീവിക്കേണ്ട ആളെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈ ടീനേജേഴ്സിനുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. അതായത് ഈ പുറമേ കാണുന്ന ഭാഗ്യ സൗന്ദര്യങ്ങളിൽ ഇവരങ്ങ് വീണു. മനസ്സിലായോ? അങ്ങനെ നമ്മൾ വീണു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം. നമ്മുടെ മൈൻഡിലിട്ട് അതിനെ വർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കുമോ? അതെങ്ങാനും ഫെയിൽ ആവുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ അതിനു വേണ്ടി സഫർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കയറുന്ന റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടൈം കൂടെയാണ് അത്. അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിയർ ഗ്രൂപ്പ് പ്രഷറും, അതുപോലെ തന്നെ വേറെ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, അപ്പൊ എനിക്കില്ല എന്നൊരു നിലയിൽ നമ്മൾ ചെന്ന് ചാടിക്കയറി
ഒരു ലവിൽ പോവോ അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പിയർ ഗ്രൂപ്പ് പ്രഷർ. അതായത് നീ പറയുക, അത് കുഴപ്പമില്ല, നീ പറയും. ഞാൻ പറയുന്ന ബോയ്സിനോടും ഗേൾസിനോടും കേട്ടോ. ഇത് ഗേൾസിന് വേണ്ടി മാത്രമല്ല. ഇപ്പൊ ഒരു ഗേൾ വന്ന് ബോയിന്റെ അടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞാലും ഇഫ് യു ആർ എ ടീനേജ് യു ഷുഡ് തിങ്ക് ട്വൈസോ ത്രൈസോ നമ്മൾ തിങ്ക് ചെയ്യണം. അത് നമ്മൾ എടുക്കുന്ന ഈ ഡിസിഷൻ കറക്റ്റ് ആയിരിക്കുമോ, അത് എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ, നമ്മൾ ഒരുപാട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ചാടിക്കൽ ഡിസിഷൻ എടുക്കുമ്പോൾ അത് നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും കൂടെ അതിൽ സഫർ ചെയ്യും എന്നൊരു കാര്യം കൂടെ നമ്മൾ അത് മനസ്സിലാക്കണം. പിന്നെ അടുത്ത് നമ്മൾ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിനെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നൊരു ടൈം. അതായത് നമ്മളിപ്പോ ഒരാൾ നമ്മൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ്ക് ദം. നമുക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ഞാൻ പറഞ്ഞ ഇത്രയും പ്രോസസ്സിലൂടെ ചിന്തിച്ച് നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഏജ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ എ ലവ് ലൈഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടുത്ത് പറയണം, ഓക്കെ ലെറ്റ് ഹിം വെയിറ്റ് അല്ലെങ്കിൽ ലെറ്റ് ഹർ വെയിറ്റ് ടിൽ ഐ ഗെറ്റ് എ ജോബ്, ടിൽ ഐ സെറ്റിൽ ഡൗൺ. ഞാൻ സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് ഒന്ന് അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കാം എന്ന് പറയണം. ഇനി ആ ഒരു ടൈം ഗ്യാപ്പിൽ അയാള് ഇപ്പം നെക്സ്റ്റ് ഒരു റിലേഷനിലൊക്കെ പോവുകയാണെങ്കിൽ then he is not meant for us. അങ്ങനെ ചിന്തിച്ചാൽ പോയെ. പക്ഷെ അയാളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയാനില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗിവിംഗ് ഹോപ്പ് ടു ഹിം. അയാളടുത്ത് വെയിറ്റ് ചെയ്യണം എന്നൊന്നും പറയരുത്. പക്ഷേ ജസ്റ്റ് യുവർ മൈൻഡിന്റെ അടുത്ത് പറയാം, മീൻസ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് അയാളെ എങ്കിൽ മാത്രം. അപ്പൊ ഈ ടീനേജേഴ്സ് പിന്നെ പെട്ടെന്ന് ഈ ചതിക്കുഴികളിൽ വീഴാൻ ഏറ്റവും ചാൻസ് ഉള്ളതാണ് ഈ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ടീനേജർ അതുകൊണ്ട് മാത്രമാണ് ഈ പാരന്റ്സ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഈ ടീനേജ് ലവിനെ അധികം സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവര് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരു 10 ടീനേജ് ലവ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് 3 മാത്രമായിരിക്കും ജെന്യുവിൻ. ബാക്കിയുള്ള 7 അതിലൊരാളാണോ എന്റെ മോൾ അല്ലെങ്കിൽ എന്റെ മോൻ എന്നൊരു സഫറിങ്ങും പേടിയൊക്കെ വീട്ടുകാർക്കും ഓഫ് കോഴ്സ് കാണും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതൊന്നും സപ്പോർട്ട് ചെയ്യാത്ത. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് പാരന്റ്സിനോടാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു റാപ്പോർട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ മക്കളുമായിട്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പം ഇപ്പോ നമ്മൾ തന്നെയാണ് അവർ നമ്മുടെ ഷെയർ ചെയ്യാതിരിക്കുന്ന മെയിൻ കാര്യം. കാരണം ഇപ്പൊ ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് എന്റെ ക്ലാസ്സിൽ ഇവനുണ്ട് അവനുണ്ട് അല്ലെങ്കിൽ ഇവളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി കണക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ ചുമ്മാ കളിക്കെങ്കിലും ചോദിക്കും, ഓ ഗേൾ ഫ്രണ്ട് ആണോ, എന്റെ ബോയ് ഫ്രണ്ട് ആണോ? നമ്മളിങ്ങനെ കളിയൊക്കെ ചോദിക്കുമ്പോൾ ചില പിള്ളേരുടെ മനസ്സിൽ അതൊരു ഇതായിട്ട് കിടക്കും. അതായത് വീട്ടിൽ പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങള്. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന്. അതായത് അപ്പൊ അവരെന്ത് വീട്ടുകാരെ ഒളിപ്പിച്ച് വെച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോ ചില പിള്ളേർ വന്നിട്ട് പറയും, അതായത് അവൻ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്തൊരു ക്രഷ് അടിച്ചു, അവനോ അവക്കോ എൻ്റെ അടുത്തൊരു ക്രഷ് അടിച്ചു എന്നൊന്ന് പറയും. അത് ചിലപ്പോൾ ജെന്യുവിൻ ആയിട്ടായിരിക്കും അവരൊന്ന് പറയണേ. രണ്ടാമത് അവർ ചിലപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യാനും ശ്രമിക്കും. അതായത് പാരന്റ്സിനെ ടെസ്റ്റ് ചെയ്യാനും കൂടെ ആയിരിക്കും പറയുന്നത്. കാരണം ഈ ഒരു ടോപ്പിക് പറയുമ്പോൾ അച്ഛന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ഈ ഒരു ടോപ്പിക്കിനോടുള്ള റിയാക്ഷൻ എങ്ങനെയാണ് എന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അത് അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഇല്ല. ഫേവറബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ അവർ ആണോ എന്നാ നാളത്തെ ഇനിയിപ്പോ റിലേഷനിലായിരിക്കും എന്ന് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചധികം ഫേവറബിൾ ആവുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ അവരുടെ വായിന്ന് അങ്ങനത്തെ ഒരു ടോപ്പിക് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവളുടെ അനിയത്തിയുടെ റിലേഷൻ വീട്ടിലിങ്ങനെ പൊക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി വീട്ടുകാർ എന്താ മീൻസ് വീട്ടിൽ പൊക്കുന്നുണ്ടല്ലോ, പൊക്കിയപ്പോ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് തടഞ്ഞിട്ടും അച്ഛനും അമ്മയും നല്ല അടി കൊടുത്തു. എന്നിട്ടപ്പൊ അച്ഛൻ പറയാം ഇനി അവൾ അത് ആവർത്തിക്കില്ല, ഞാൻ അതിനു വേണ്ടി അവളെ കൊടുത്തിട്ടുണ്ട്, അതിനു വേണ്ടി അവളെ വഴക്ക് കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതോടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവരോട് ഓരോന്ന് ഷെയർ ചെയ്യുന്നൊരു കുഞ്ഞിനെയായിരിക്കും നഷ്ടപ്പെട്ടത്. കാരണം ഇനി ഒരു പ്രാവശ്യം ശരി അവളെ നിർത്തി അല്ലെങ്കിൽ ആ കുട്ടി അത് ഈ റിലേഷനിൽ ഇനി പോകില്ല എന്ന് ഉറപ്പ് മനസ്സുകൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ചിലപ്പോൾ അവർക്ക് വാശി കൂടും.
എന്നെ അടിച്ചില്ല, ഇനിയിപ്പൊ ചെയ്ത് കളയാം എന്ന് വാശിയായിരിക്കും കൂടുന്നുണ്ടാവും. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കും, അവരെപ്പോഴും ഈ ഒരു ലവ് എന്ന ടോപ്പിക്കും ലൈംഗികതയുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യണം. അതായത് ഇവൾ ഇത്രയ്ക്ക് വളർന്നോ, ഇവൾ ഇതൊക്കെ ചിന്തിക്കാൻ വളർന്നോ, ഇവള് ഇതിനു വേണ്ടി മാത്രമായോ, അല്ലെങ്കിൽ ഇവൻ ഇതിനു വേണ്ടി മാത്രം ആയോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. കാരണം നമ്മളിപ്പോ എത്ര വലുതായാലും അവർക്ക് എപ്പോഴും നമ്മൾ പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അവര് ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്യണത്. അതായത് ഇവരെന്ത് ഇവരുടെ കുറെ ടേംസ് ഒക്കെ യൂസ് ചെയ്യും, ഇതിന് എന്താ ഇങ്ങനെ കുറെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അവർ യൂസ് ചെയ്ത് സ്ലട്ട് ഷെയിം ചെയ്യാൻ വേണ്ടി തുടങ്ങും കുട്ടികളെ. സ്ലട്ട് ഷെയിം ചെയ്യാന്ന് വെച്ചാ നീ എന്താണ് ഇങ്ങനെ ചെയ്ത്, നീ അവൻ്റെ കൂടെ ഇങ്ങനെ പോവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ സ്ലട്ട് ഷെയിം ചെയ്യുമ്പോൾ അത് കുഞ്ഞിന്റെ മനസ്സിന്റെ കുട്ടി ഹൂവർ ഇറ്റ് ഈസ്, ടീനേജിലുള്ള കുട്ടി, ഞാൻ പിന്നെ ടീനേജേഴ്സിനെ പറഞ്ഞ കേട്ടോ, ആ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് അത് അഫക്ട് ചെയ്യും. അതായത് മേ ബി എല്ലാ ലവും ഒരിക്കലും ആ ഒരു കണ്ണോടുകൂടി അല്ല നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ ഭയങ്കര പ്യുവറസ്റ്റ്, അതായത് അവർക്ക് തമ്മിൽ ജസ്റ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക അത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങനത്തെ ഒരു സാധനമേ കാണത്തില്ല. അപ്പൊ നമ്മളിത് ഇൻസിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലല്ലോ എന്റെ വീട്ടുകാരെ മനസ്സിലാക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിച്ചാൽ നമ്മുടെ പിള്ളേർ വന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ മൈൻഡിന് കുറച്ച് പ്രോസസ്സിങ് ടൈം കൊടുക്കണം. പ്രോസസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ട് അവരോട് പറയുക എന്തുകൊണ്ടാണ്, അതായത് അവർക്ക് റീസൺസ് ആയിരിക്കും ആവശ്യം. അവർക്ക് റീസൺസോട് പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ഏജിൽ ഇങ്ങനത്തെ കാര്യം അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒഫൻസീവ് ആവരുത്, നമ്മൾ ഒരിക്കലും അവരെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യരുത്, അതായത് അവരെ ദേഹോപദ്രവം ചെയ്യാണ്ട്, വെർബൽ അബ്യൂസ് വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ കൺവേ ചെയ്ത് അവർക്ക് മനസ്സിലാവണം എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ലൈക്ക് അവർ ഡിസൈഡ് ചെയ്യണം, ഓക്കെ ഇത് ഇപ്പം വേണ്ട എന്ന് അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ എന്നും പറഞ്ഞ് ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യരുതൊന്നുമല്ല. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോ അവര് ഫ്യൂച്ചറിൽ അപ്പം എന്താണ് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത് എന്നൊരു ടോപ്പിക്കും കൂടെ നിങ്ങൾ അവിടെ സംസാരിക്കേണ്ട രീതിയിൽ വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും പറയും അറേഞ്ച് മാരേജ് ഇസ് വെരി ഗുഡ്, അറേഞ്ച് മാരേജ് ഇസ് വെരി ഗുഡ്. പക്ഷെ അറേഞ്ച് മാരേജ് ചെയ്തും ഒരു വരുമ്പോഴും ഫെയിലിയർ റേറ്റ് കൂടുതലുള്ള ഒരുപാട് കപ്പിൾസിനെ നമുക്ക് ചുറ്റും അറിയുന്നത്. അതുപോലെ ലവ് മാരേജും അതിലും ഫെയിലിയർ റേറ്റ്സ് കൂടുതലുണ്ട്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മാരേജ്, ഇറ്റ്സ് അബൌട്ട് ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ എനിക്ക് ഈ പാരന്റ്സ് കുറച്ചുകൂടെ ഒന്ന് മീൻസ് അവർ വിചാരിക്കുന്നത് അവരുടെ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വീട്ടുകാർ അവരെ അടിച്ചിട്ടുണ്ടാവാം, മേ ബി വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം, മേ ബി സ്ലട്ട് ഷെയിം ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ തിരിച്ച് വീണ്ടും ഈ ഒരു ജനറേഷനിൽ ഇമ്പോസ് ചെയ്യണം എന്നുള്ള വാശി നമ്മൾ പാടെ മാറ്റണം. കാരണം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ ഉള്ള ഇതേ ടെക്നോളജികളും ഇപ്പൊ ഉള്ള ഇതേ കാര്യങ്ങളും അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പോഴത്തെ മക്കൾ ചെയ്യുന്നതിനേക്കാളും അധികം കുറച്ചുകൂടെ അധികമേ നിങ്ങളും ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. അല്ലെ, അന്ന് ഈ ടെക്നോളജിയുടെ ലിമിറ്റേഷൻസ് കാരണം അന്നുണ്ടായിരുന്ന എല്ലാ പോക്കത്തനങ്ങളും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ടെക്നോളജി വരുന്നത് കാരണം ഇതിൻ്റെതായ കുറെ പോരായ്മകളും ഈ പിള്ളേരും കാണിക്കുന്നുണ്ട്. അപ്പോ പാരന്റിങ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പാരന്റിങ് ചെയ്യുക. അതായത് നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയൊരു സ്പേസ്. പിന്നെ എന്ത് പറഞ്ഞാലും അബ്യൂസീവായി ഒഫൻസീവായി നിൽക്കുന്ന പാരന്റ്സിന്റെ അടുത്ത് ഒരിക്കലും പിള്ളേർ പോയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യില്ല, പിള്ളേർ പോയി കാര്യങ്ങൾ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. സോ കുറച്ചുകൂടെ ഒന്ന് എന്ന് പറയുമ്പോ ഫ്രീഡം, ഭയങ്കര ഫ്രീഡം അങ്ങനെ കൊടുക്കണം എന്നല്ല. ഇപ്പൊ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആരുടെ കൂടെയാ പോണേ, നമുക്ക് ആ ഒരു നമുക്ക് അതായത് പോകുന്ന ആ ഒരു ഗ്രൂപ്പ് ആളുകൾ ഏതെങ്കിലും ഒരാളുടെ മൊബൈൽ നമ്പറെങ്കിലും ആ ഒരു ടീനേജ് പ്രായം കഴിയുന്നിടം വരെയും ആരെങ്കിലും ഒരാളുടെ ആ ഗ്രൂപ്പിൽ ഒരാളുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഉണ്ടാവണം. എത്ര മണിക്ക് പോയിട്ട് എത്ര മണിക്ക് വരും എന്ന് പറയണം. ഇനി അഥവാ ലേറ്റ് ആയാലും അതിനുള്ള കറക്റ്റ് റീസൺ, അത് നമ്മുടെ ബസ്സിന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിന്. അപ്പം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവണം. പിന്നെ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിന് പണിഷ്മെന്റ് കൊടുക്കണം. നമ്മള് പാരന്റ്സ് ആവുക എന്നൊരു
ഈ ഒരു ടൈമിൽ ഞാൻ സ്ട്രിക്ട് പാരന്റ് ആവണം നമുക്കൊരു ബോധം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ മാത്രം. അതായത് കുട്ടികളെ എന്ന് മുതലാണ് നിങ്ങളടുത്തൊന്ന് സംസാരിക്കാതായി തുടങ്ങി, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ന് മുതലാണ് പിള്ളേർ ഇങ്ങനത്തെ ഒന്നും ഷെയർ ചെയ്യാതായി തുടങ്ങിയത്? എന്ന് മുതലാണോ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയത്? അവരെ എല്ലാ കാര്യത്തിലും ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ അവരും കുറച്ചുകൂടെ നല്ലതായിട്ട്, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് എല്ലാം വന്ന് വീട്ടിൽ പറയും. ഐ സ്റ്റിൽ ഹാവ് ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടം വന്നാൽ അവർ ആദ്യം വിളിച്ചിട്ട് അമ്മ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവിടെ അപ്പുറത്തുനിന്ന് ആണോ എന്നാ പിന്നെ മോളെ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെ വീട്ടുകാരെ എനിക്ക് പേഴ്സണലി അറിയാം. അതാണ് പറഞ്ഞത്, ദ വേ ഓഫ് പാരന്റിങ്. നമ്മൾ എങ്ങനെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ നമ്മുടെ പാരന്റ്സ് ഡീൽ ചെയ്യുന്നു എന്ന രീതിയിൽ ഇരിക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് ഇതിപ്പം ഈ ഒരു കാര്യം മോളോ മോനോ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ എനിക്കിത് എന്റെ മോളോട് അല്ലെങ്കിൽ എനിക്കിത് എന്റെ മോനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് എന്റേതായൊരു ഇതുണ്ട്, എനിക്കിത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് തേടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. കൗൺസിലേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കും. പക്ഷെ കൗൺസിലിംഗ് ഇൻ ദ സെൻസ്, ഇപ്പം കേൾക്കുമ്പോൾ ചിലർക്ക് ഒഫൻസീവ് ആയിട്ടൊക്കെ തോന്നും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ സ്റ്റിൽ എനിക്കിത് പറയാനേ പറ്റും. നമ്മളെ റിലീജിയസ് പരമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി കൗൺസിലിങ്ങിന് കൊണ്ടുപോകരുത്. കാരണം അവരൊരിക്കലും ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ചേഞ്ച്, ആ പുബർട്ടി ചേഞ്ച്, അഡോളസെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ചേഞ്ചസ്, അവരുടെ ഹോർമോൺ റിലീസസ്, ഇതിനെപ്പറ്റി ഒരു അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല അവര് ഈ ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യണത്. അവര് സംസാരിക്കുന്നത് അവരുടെ റിലീജിയസ് ആ ഒരു കുട്ടി ഇപ്പൊ ക്രിസ്ത്യൻ ആണെങ്കിലോ ഹിന്ദു ആണെങ്കിലോ മുസ്ലിം ആണെങ്കിലോ എന്ത് കമ്മ്യൂണിറ്റിയിലാണോ പെടുന്നത് ആ ഒരു റിലീജിയസ് പരമായിട്ടുള്ള ബിലീഫുകളെ പറ്റിയും അവരുടെ കസ്റ്റംസിനെ പറ്റിയും അവരുടെ കസ്റ്റംസിനെതിരെയാണ് ഇത് അങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് ഒരു ഒരു ബാഡ് ആയിട്ടൊരു സംഭവമായിരിക്കും നമ്മൾ അവിടെ ഇൻഹിബിറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ തന്നെ നമ്മളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ. അപ്പം എല്ലാ പ്രശ്നങ്ങളും പറയുമ്പോൾ അവർ തന്നെ കൗൺസിലിംഗ് കൊടുത്ത് കറക്റ്റ് എന്താണോ കുഞ്ഞിന് വേണ്ടത് അത് കറക്റ്റ് സാധനം കിട്ടും. പിന്നെ എപ്പോഴെങ്കിലും ആ കുട്ടിയോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ടീനേജിലാണെങ്കിൽ പോലും ഇതേ കണക്കുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിനു ശേഷം ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് തോന്നിയാൽ ആ കുട്ടി അപ്പം മനസ്സുകൊണ്ട് വിചാരിക്കും, ഓക്കെ എനിക്കിപ്പോ ജോബ് ഇല്ല, ഞാൻ ജോബ് ചെയ്ത് സെറ്റിൽ ചെയ്തതിനു ശേഷം ഞാൻ വീട്ടിലാദ്യം സംസാരിക്കണം, എന്നിട്ട് അവനെ ആണെങ്കിലും അല്ലെങ്കിൽ ആരെയാണെങ്കിലും അവളെ ആണെങ്കിലും അവരുടെ വീട്ടുകാരെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാരോട്ട് സംസാരിച്ചതിനു ശേഷം മാത്രം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനകത്ത് കയറാം എന്നൊരു ബോധം നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ തേർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മള് ടീനേജേഴ്സ് ഇപ്പം ഒത്തിരി ആൾക്കാര് നേരിടുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. അതായത് റിലേഷനിലായി കഴിയുമ്പോ ഇപ്പൊ അവര് കുറച്ച് സ്റ്റെപ്പ് ടോക്സിക് റിലേഷൻഷിപ്സിലൊക്കെ ആയിരിക്കാം, ചിലപ്പം ഫിസിക്കലി അവരെ യൂസ് ചെയ്തിട്ടുണ്ടാവാം, മെന്റലി യൂസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിലിംഗ് എന്ന കുറെ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് താങ്ങാൻ പറ്റാതെ സൂയിസൈഡിന് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കും പേഴ്സണലി അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം. എൻ്റെ കൂടെ പണ്ട് സ്കൂൾ ടൈമിൽ പഠിച്ചൊരു ഫ്രണ്ടാണ്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോ ആ ഒരു ഇൻസിഡന്റ് അറിഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നു അവള് ഞങ്ങളുടെ അടുത്തെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു പ്രശ്നം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു എന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു റിലേഷനിലായി കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ കാര്യം നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു കോളേജ് ലൈഫിലോട്ട് പോകുമ്പോൾ നമ്മൾ വലുതായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവും, പക്ഷെ എല്ലാ ദിവസവും ഒരു കോണ്ടാക്ട്, എല്ലാ ദിവസവും ഒരു അപ്ഡേഷൻ അതൊന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ കോണ്ടാക്ടിങ്ങിന് ഫെയിലായി വന്നു. പക്ഷെ അവള് റിലേഷൻഷിപ്പിനായതിനു ശേഷം ഒരു പെട്ടെന്ന് ഒരു ദിവസം ഡിസപ്പിയർ ആയി പോയതുപോലെയാണ് ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ. പിന്നെ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാരണം അവൾ സൂയിസൈഡ് ചെയ്തു എന്നൊരു കാര്യം ഞങ്ങൾ അറിയണം. അപ്പോ മീൻസ് അവർക്ക് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ, സൊസൈറ്റിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ റീസൺ അവൾ സൂയിസൈഡ് ചെയ്തതിന്റെ.
പക്ഷെ അന്ന് ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇന്ന് ഞങ്ങളോടൊക്കെ ഉണ്ടായിരുന്നേനെ. കാരണം നമ്മുടെ ലോ ഒക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു 18 ഇയേഴ്സിന് അബോവ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീനേജ് ആണെന്നതിനെ കൂട്ടിക്കോ, ടീനേജ് ആണെങ്കിൽ അത് 18 ഇയേഴ്സ് ആ ഒരു ടൈമിൽ 18 ഇയേഴ്സിന് അബോവ് ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാരന്റ്സ് ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവത്തില്ലേ, അല്ലെങ്കിൽ സൊസൈറ്റി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവത്തില്ലേ, ആരെങ്കിലും ഒക്കെ അറിഞ്ഞ് ഇനിയിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിക്കണം, അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനൊരു എന്താണ് സോറി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പറയാം, അതായത് എന്റെ ഐഡന്റിറ്റി പുറത്ത് ആരും, ഇവൻ മൈ പാരന്റ്സ് പോലും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവരത് നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്യും. അങ്ങനെ അവർ നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്യും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, ആരാണോ അത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ഹൂവർ ഇറ്റ് ഈസ്, ഒരു ബോയ് ആവാം, ചിലപ്പോൾ ഗേൾസ് ബോയ്സിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കേസസ് വരെ ഉണ്ട് ഇവിടെ. അപ്പം ആരാണെങ്കിലും ഹൂവർ ഇറ്റ് ഈസ്, ഇപ്പൊ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ, അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ പോലീസ് എന്ത് ചെയ്യും, ആ ഒരു വിക്ടിം ഇപ്പൊ കൊടുത്ത കംപ്ലൈന്റ് അനുസരിച്ച് അക്യൂസ്ഡ് ആരാന്ന് വെച്ചാൽ അയാളുടെ ക്വസ്റ്റ്യൻ ചെയ്യും, അയാളെ കസ്റ്റഡിയിൽ എടുക്കും, അയാൾക്ക് വേണ്ട പണിഷ്മെന്റ് ഒക്കെ കൊടുക്കും. സോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു കേസസ് വരുന്ന പണിഷ്മെന്റുകളെന്ന് ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ അതൊക്കെ കൊടുക്കും. സോ നമുക്ക് ലീഗലിയും ഇതിനു വേണ്ടി മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ടീനേജ് ലവ് കാരണം ഇപ്പം ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും, ഞാൻ പറഞ്ഞ സൂസൈഡ് ചെയ്ത ഫ്രണ്ടിനെ പോലെയുള്ള ആരെങ്കിലും ആ അവസ്ഥയിലൂടെ സഫർ ചെയ്ത് പോകുന്ന ആരെങ്കിലും എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് ലൈനും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അയാൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു അല്ലെങ്കിൽ അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് നേരെ ചാടി കയറി സൂയിസൈഡ്, ഇറ്റ്സ് നോട്ട് ദ സൊല്യൂഷൻ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ദ സൊല്യൂഷൻ. സോ ടീനേജ് പ്രായം കയറി വരുന്ന ആൾക്കാരാണ്, എന്തെങ്കിലും അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പാരന്റ്സ്, കാരണം ഈ എന്റെ ഒരു വീഡിയോ കാണുമ്പം ഏതെങ്കിലും ഒരു പാരന്റ് അവരുടെ അപ്രോച്ച് മാറ്റില്ല, അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ടീനേജർ ഈ ലവിനോടുള്ള ഒരു അപ്രോച്ച് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ബ്ലാക്ക് മെയിൽ സഫർ ചെയ്യുന്ന ആള് എന്റെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയി ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്ത് അവരുടെ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് വോട്ട് ഐ വോണ്ട്. സോ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ടോപ്പിക്കും ഏറ്റവും റെലവെന്റ് ആയിട്ടും ഇപ്പൊ നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ വേണ്ടൊരു ടോപ്പിക്കുമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് തന്നെ സംസാരിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു എനിക്ക് എത്രത്തോളം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലത്തെ കുറെ എന്റെ വീഡിയോസ്, എന്റെ വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് എന്റെ ട്രാവൽ വ്ളോഗുകളും, പിന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന വ്ളോഗുകളാണ് ഇതിൻ്റെ അകത്ത് എപ്പോഴും ഞാൻ ഇടാറുള്ളത്. എന്റെ യൂട്യൂബ് ചാനൽ ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. കാരണം ഇപ്പൊ ഞാനൊരു 22 ഇയർ ഓൾഡ്, അതായത് ഒരു 2-3 മാസത്തിനകത്ത് എനിക്കൊരു 23 ഇയർ ആവും. അപ്പം ഒരു 23 വയസ്സായ ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വ്ളോഗ് തന്നെ ചാനലാണ് എന്റെ ഒരു ചാനൽ എന്ന് പറയുമ്പം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു സാധാരണ ഷോർട്സുകളിലൊക്കെയാണ് സംസാരിച്ചിടുന്നത്, പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഒരു വ്ളോഗ് ഇട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ DM സെക്ഷൻ, കോമന്റ് ബോക്സിലോ അല്ലെങ്കിൽ DM സെക്ഷനിലോ വന്ന് പറയുക. ഇനി അടുത്ത് എന്തെങ്കിലും ടോപ്പിക് ഇതിനെപ്പറ്റി ഇങ്ങനത്തെ എന്തെങ്കിലും റെലവന്റ് ടോപ്പിക് സംസാരിക്കണമെങ്കിൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എന്റെ ബെൽ ബട്ടൺ വന്ന് ഇനേബിൾ ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പൊ ശരി, ബൈ.